സിനിമയിൽ പാടി ഒരുവിധം തെളിഞ്ഞു വരുന്ന ഒരു യുവഗായകൻ, കൊച്ചിയുടെ ഒരു യുവഗായകൻ, അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഒരു ഗാനം പാടാൻ അവസരം ചോദിച്ചു വരികയും കോളേജ് അധികൃതർ ഈ റാലി സംഘടിപ്പിച്ച കളക്ടറുമായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് അനുവാദം നൽകുകയും ചെയ്തു. ഏതാണ്ട് മുട്ടിന് താഴെ 6 ഇഞ്ച് മാത്രം ഇഴക്കമുള്ള കണങ്കാല് പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള അന്നത്തെ ഇറുകിച്ചേർന്ന പാൻറ്റും ഒരു വെള്ള ഷർട്ടും മാത്രം ധരിച്ചുകൊണ്ട് ഈ മുഖത്ത് ഒരു തരി പോലും രോമമില്ലാത്ത ഒരു ചെറിയ മനുഷ്യൻ വന്ന് അവിടെ നിന്ന് ഒരു പാട്ട് പാടി. പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ അന്ന് ജനഹൃദയങ്ങളെ വല്ലാതെ കോരിത്തെരിപ്പിച്ചിട്ടുള്ള ദേശഭക്തി ഗാനം ചൊട്ട മുതൽ ചുടല വരെ. സ്വർഗത്തേക്കാൾ വലുതാണ് ഈ ജന്മഭൂമി എന്ന് അദ്ദേഹം ആ സ്വരത്തിൻ്റെ എല്ലാ അഭൗമ സൗന്ദര്യത്തോടും ആവേശത്തോടും വികാര വായ്പോടും കൂടി പാടി തികച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു അവിടെ ഇരുന്നുകൊണ്ട് രോമാഞ്ചത്തോടെ കൈയടിച്ചു. ഒരുപക്ഷെ യേശുദാസ് എന്ന വരുംകാലം അതിൻ്റെ കാലത്തിൻ്റെ അതിരുകളോളം ഹൃദയത്തിലേറ്റാനിരുന്ന ആ ഗന്ധർവന് ലഭിച്ച ആദ്യത്തെ സ്വർണ്ണപ്പതക്കം ജവഹർലാൽ നെഹ്റുവിൻ്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയും അത്തരത്തിലുള്ള ഒരുപാട് കോരിത്തരിപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കൊച്ചി നഗരം അതിൻ്റെ യാത്ര എന്നും തുടർന്നു പോന്നിട്ടുള്ളത്.